സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കുകപ്പൽ ഉടൻ തീരത്തെത്തിക്കും. 15 ഇന്ത്യക്കാർ ഉൾപ്പെടെ 21 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഇന്ത്യൻ നാവികസേന എത്തിയതോടെ കടൽ കൊള്ളക്കാർ ചെറുത്തു നിൽക്കാതെ പിന്മാറുകയായിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എപ്പോഴായിരിക്കും ഈ കപ്പൽ എത്തിക്കുക? കപ്പൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു പ്രവിത. കപ്പല് ഇന്ത്യയുടെ നാവികസേനയുടെ ഭാഗമായിട്ടുള്ള മാർക്കൂസ് കമാൻഡോ സംഘം എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഈ കടൽ കൊള്ളക്കാർ പിന്മാറുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ സോമാലിയൻ തീരവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ UN ഭാഗത്ത് നിന്ന് കൈക്കൊണ്ട നിലപാട് അത് വലിയ പ്രശ്നബാധിത മേഖല ആയിരുന്ന ഒരു കടൽ എന്ന രീതിയിൽ നിന്ന് മാറ്റിയതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് ഇതിനെ വഴി നയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ നാവികസേനയുടെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടൽ ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. ലൈബീരിയൻ കപ്പലായിട്ടുള്ള MV ലീല നോർഫോൾക്ക് അത് ഉടൻ തീരമണയുന്ന വിധത്തിലേക്ക് നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആശങ്ക വേണ്ടാത്ത വിധത്തിൽ 15 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആകെ 21 ജീവനക്കാരും അവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും സമാധാനം നൽകുന്ന ഒരു കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സോമാലിയൻ തീരത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് വീണ്ടും കടൽക്കൊള്ള സജീവമാകുന്ന ഒരു സാഹചര്യം സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ചർച്ച ഇന്ത്യ ആവശ്യപ്പെടും UN-ൽ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ സംഘർഷങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ റഷ്യ സംഘർഷം, ഒപ്പം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അടക്കമുള്ളവ ഈ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ വിന്യസിച്ചിരുന്ന പല രാജ്യങ്ങളുടെയും നാവികസേനയുടെ പിന്മാറ്റം ഉണ്ടാകുന്നത്. ഇതാണ് ഈ കടൽ കൊള്ളക്കാർ കൂടുതൽ മുതലെടുത്തത് എന്ന ഒരു അനുമാനവും ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ട്. ഇത് ഇന്ത്യ UN-ലേക്ക് ഉന്നയിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.